ഓണം ഓണം യു എയിൽ ഇപ്പോൾ ഓണം സീസൺ തുടങ്ങി. ഓണാഘോഷങ്ങൾ തുടങ്ങി, ഓണസദ്യകൾ തുടങ്ങി. പലവിധ സംഘടനകളുടെ ഓണസദ്യ, ഓണാഘോഷം, ഓണക്കളിന്ന് തുടങ്ങി 2-3 മാസക്കാലം നീളുന്ന ആഘോഷമാണ് യു എയിൽ ഓണം. നാട്ടിലെ പോലെ പ്രവാസികൾക്ക് വീക്കെൻഡുകൾ, കല്യാണങ്ങളില്ല, സൽക്കാരങ്ങളില്ല, ഒരു ആഘോഷങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ വീണ് കിട്ടുന്ന ഒരു ഒന്നൊന്നര ആഘോഷമാണ് ഓണം. പാർവതി, അതിൽ നമ്മുടെ ഈ യു എയിലെ ഓണാഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത്രയും വലിയൊരു മലയാളി ഡയസ്പോറ ഇവിടെയുണ്ട്. എല്ലാവരും സർവത്ര ഓണാഘോഷമാണ്. പക്ഷേ ഒരാൾക്കും ഇവിടുത്തെ ഈ ഓണാഘോഷം കൊണ്ട് ശല്യമുണ്ടാവുന്നില്ല. പല നാട്ടിൽ നിന്നുള്ള, പല രാജ്യത്തു നിന്നുള്ള ആളുകളാണ്. പക്ഷെ ഒരിക്കലും ഇവിടെ അതൊരു പബ്ലിക്കിന് അതൊരു ശല്യമാവുന്നില്ല എന്നുള്ളത് ഭയങ്കര അതിശയമുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നമ്മൾ മലയാളികളുടെ കൂടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ ഉള്ളവർക്കും മറ്റു രാജ്യത്തു നിന്നുള്ളവർക്കും ഒക്കെ ഒരു സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇപ്രാവശ്യം അതിനൊരു വലിയൊരു അപവാദം ഉണ്ടായിരുന്നു. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഈയിടെ ഒരു വാർത്ത കണ്ടു. ദുബായ് കരാമയിൽ ഓണാഘോഷത്തിൻ്റെ ഇടയിൽ വലിയ അടിപിടി ഉണ്ടായി, അത് ആകെ അലമ്പായി എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വരെ കണ്ടിരുന്നു. വളരെ മോശമായിട്ട് തോന്നി. കാരണം നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ, അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. ശരിക്കും ഓണം നമുക്കിവിടെ വലിയ സാധ്യതകളെയാണ് തുറന്നു തരുന്നത്. അതിൽ ഒന്ന്, നമ്മളെ തന്നെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണത് എന്നുള്ളതിന് ഓണം നമുക്ക് വലിയൊരു അവസരമാണ് നമുക്ക് ഒരുക്കി തരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്, ഓണസമയത്ത് ഒരു വേർതിരിവും ഇല്ലാതെ, സമുദായ വേർതിരിവില്ലാതെ, സംസ്ഥാന വേർതിരിവുകളില്ലാതെ മലയാളമല്ലാത്തവരും ഒരുപോലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. അത് അവരവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തി തന്നെയാണ് അവർ ഒരുങ്ങുന്നതും, അല്ലെങ്കിൽ അവർ ഓണസദ്യ കഴിക്കുന്നതും, അല്ലെങ്കിൽ അവരും ഒത്തുചേർന്ന് ആ ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നത്. അപ്പോൾ ഇത്രയും സാർവജനീയമായ ഒരു ആഘോഷം ഓണമല്ലാതെ വേറെ എന്താണുള്ളത് നമുക്ക്? നമ്മളെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മലയാളികളുടെ ഓണാഘോഷത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണെന്നറിയോ? കേരള സോഷ്യൽ സെന്ററിലെ ഓണാഘോഷം. അബുദാബിയിൽ കേരള സോഷ്യൽ സെന്റർ. കേരള മക്കളെ, 2025 കേരള സോഷ്യൽ സെന്ററിലെ ഓണാഘോഷ പരിപാടി ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അടിപൊളി ചിരി. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തിരുവോണവും നബിദിനവും ഒന്നിച്ചു വന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള ഒട്ടുമിക്ക ഓണ സന്ദേശങ്ങളിലും നബിദിന സന്ദേശവും കൂടെ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഓണവും നബിദിനവും ഒന്നിച്ചാഘോഷിച്ചു. അതെ, നമ്മുടെ നബിദിന റാലികളിലും മുഴുവനും മാവേലിയും ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതെ അതെ അതെ. എൻ്റെ കേരളം എത്ര സുന്ദരം. ഇതല്ലേ റിയൽ കേരള സ്റ്റോറി. ഓണം ഒരേ സമയം അനുഷ്ഠാനപരമായും കാർഷികോത്സവമായും ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്. അത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ അതിൻ്റെ ആഘോഷത്തെയാണ് മലയാളികളും കേരളവും ഏറ്റെടുത്തത്.
മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഇത്തവണ കേരളം ആഘോഷിച്ചത് ഹരിത ഓണമായിരുന്നു. ആഘോഷങ്ങൾക്കിടയിൽ ഒരുപാട് മാലിന്യമുണ്ടാകും. ആ മാലിന്യങ്ങൾ ശരിയായിട്ട് പരിപാലിക്കാനും ആഘോഷങ്ങൾക്ക് ശേഷം പരിസരം വൃത്തിയാക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയ മാലിന്യങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാനും അനിവാര്യമായിട്ട് വന്നാൽ ഉപയോഗിക്കുന്നവ അപ്പോൾ തന്നെ ആഘോഷത്തിന് ശേഷം നീക്കം ചെയ്യാനും നടപടി സ്വീകരിക്കണം സംഘാടകർ, ആഘോഷങ്ങളുടെ സംഘാടകരെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതവരുടെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓണം ഹരിത ഓണമാണ്. ഹരിത ഓണാശംസകൾ, ഒപ്പം ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകളൊന്നും റീലുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുകളോ ഒന്നും ഇത്രയധികം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. കാരണം അത്ര സുഖിപ്പിക്കുന്ന വാർത്തയൊന്നും അല്ലല്ലോ. പക്ഷേ കേരള സർക്കാർ ഇത്തവണ ഓണത്തിനെ കോയിൻ ചെയ്തത്, ഈ ഹരിത ഓണത്തിനെ കോയിൻ ചെയ്തത് വളരെ കൗതുകകരമായിട്ടാണ്. അതായത് സാംസ്കാരികതയ്ക്കൊപ്പം പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും ചേർന്ന് വരുന്നതാണ് ഹരിത ഓണം. നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെയാണ് ആ സാഹോദര്യത്തിൻ്റെ നൂലിഴകൾ ഓണത്തിൽ തുന്നിച്ചേർത്തത്. ഐതിഹ്യത്തെ നമ്മൾ ഐതിഹ്യമായി തന്നെ കണ്ടു. നമ്മൾ സ്കൂളുകളിൽ ഒന്നിച്ച് പൂവറിച്ചു, പൂക്കളമിട്ടു, ഊഞ്ഞാലാടി, ഒന്നിച്ച് തിരുവാതിര കളിച്ചു, സദ്യയുണ്ട്. വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പൊന്നൂലിഴകൾ കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു സമൂഹമായി നമ്മൾ ചേർന്ന് നിൽക്കുന്നു, ജാതി മത ചിന്തകൾക്കപ്പുറത്ത്. അതല്ലേ റിയൽ കേരള സ്റ്റോറി. സെപ്റ്റംബർ 3 മുതൽ 9 വരെ നടന്ന സംസ്ഥാനതല ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദ രീതികളായിരുന്നു. പുനരുപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചും പ്ലാസ്റ്റിക് രഹിത പരിപാടികൾ നടത്തിയും നാട്ടിൻ പുറത്തെ പുഷ്പങ്ങൾ, പച്ചക്കറികൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുമായിരുന്നു. അതുപോലെ കേരളത്തിൽ ഇത്തവണത്തെ ഓണത്തിന് സ്ത്രീകളുടെ സംഭാവനകൾ എടുത്തു പറയണം. ഈ ഓണത്തിന് കുടുംബശ്രീ ഗ്രൂപ്പുകൾ കേരളത്തിൽ ഏതാണ്ട് 8000 ഏക്കറോളം പച്ചക്കറികൾ കൃഷി ചെയ്തു. കൂടാതെ 1820 ഏക്കറിൽ പൂക്കളും കൃഷി ചെയ്തു. കുടുംബശ്രീ 50,000 ഓണക്കിറ്റുകളും 5000 ഗിഫ്റ്റ് ഹാമ്പറുകൾ വിൽക്കുകയും 2000 ഓണച്ചന്തകൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം വിപണിയിൽ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഒക്കെ വില വർദ്ധിക്കാതെ നിയന്ത്രണത്തിൽ നിർത്താൻ നമ്മളെ സഹായിച്ചു. കണ്ണൂരിലെ ഒരു ഗ്രാമത്തിൽ 28 ഹരിതകർമ്മസേന വനിതകൾ പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ബാഗുകൾ, അലങ്കാര പോട്ട്സ്, കമ്പോസ്റ്റ് സഹായികൾ തുടങ്ങിയ രൂപകൽപ്പന ചെയ്തു. LED ബൾബുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് നവീകരിച്ചു. ആഘോഷ ചടങ്ങുകൾക്കായി അവർ സ്റ്റീൽ പാത്രങ്ങൾ, പ്ലേറ്റുകൾ എന്നിവ വാടകയ്ക്ക് കൊടുത്തും ഹൗസ് ക്ലീനിങ് യൂണിറ്റും ഡിഷ് വാഷ് യൂണിറ്റുകളും വീട്ടു ശുചീകരണ സേവനങ്ങളും നടത്തി വരുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ ഹരിത ഓണത്തിന് വേസ്റ്റ് തരംതിരിച്ച് വെക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും മന്ത്രി MB രാജേഷ് FBയിൽ റീൽസ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം ഇത്തവണത്തെ ഓണവിശേഷങ്ങളിൽ അടയാളപ്പെടുത്തേണ്ട പ്രധാന പ്രവർത്തനമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇതല്ലേ റിയൽ കേരള സ്റ്റോറി. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാ
തീർക്കേണ്ട